ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫിനിക്സ് എം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സോളോ റാങ്ക്ഡ് മാച്ച് ഗെയിം പ്ലേ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്തോനേഷ്യ സെർവറിലാണ് കളിക്കുന്നത്. ഇന്ത്യൻ സെർവറിൽ നമുക്ക് റാങ്ക്ഡ് മാച്ച് കളിക്കാൻ പറ്റും, പക്ഷേ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ഇഷ്യൂ കാരണമാണ് ഞാൻ ഇന്തോനേഷ്യ സെർവറിൽ കളിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലാകുമ്പോൾ കുറച്ച് ലാഗ് കുറവുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ റിവർ സൈഡിലേക്കാണ് വന്നിരിക്കുന്നത്. റിവർ സൈഡ് വന്ന് 2-3 എനിമീസിനെ സ്കാനറിൽ കാണിച്ചായിരുന്നു. നമുക്ക് നോക്കാം എത്ര എനിമീസ് ഇവിടെ ഉണ്ടെന്ന്. ഏകദേശം ലൂട്ടൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. 94 ലോങ് റേഞ്ച് കളിക്കാൻ 94ഉം ഷോർട്ട് റേഞ്ച് കളിക്കാൻ തോമസണും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു എനിമി നേരെ മില്ലിൻ്റെ ഭാഗത്തൊക്കെ ഓടുന്നുണ്ട്. കുറേ ബോഡി ഷോട്ടും കൊടുത്ത് അവസാനം ഒരു ഹെഡ് ഷോട്ട് അടിച്ച് ഫിനിഷ് ആയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ആരോ ചേരുന്നു, ആളെ കാണുന്നില്ല. നമുക്കെന്തെങ്കിലും ലൂട്ട് ബോക്സിൽ നിന്ന് കിട്ടും നോക്കാം. അങ്ങനെ നമ്മൾ M40 എടുത്തിട്ട് ഏകദേശം ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും നമുക്ക് അടി കിട്ടുന്നുണ്ട്. അപ്പോൾ ബാൽക്കണി വീട്ടിലാണെങ്കിൽ ഒരു എനിമി നമ്മൾ നന്നായിട്ട് ഫയർ ചെയ്യുന്നുണ്ട്. നമുക്കിത് സ്കോപ്പ് ചെയ്ത് നോക്കാം. ഒന്നുമില്ല. അപ്പം അത് നോക്കുമ്പോൾ വേറെ ഒരു എനിമി ഇവിടെ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. ഇപ്പോൾ ബാൽക്കണി വീട്ടിൽ തന്നെ രണ്ടാളുണ്ട്. അപ്പോൾ അവന്മാർ തമ്മിൽ ഫൈറ്റ് ആകുമോ നമുക്ക് നോക്കാം. അവന്മാർ തമ്മിൽ ഫൈറ്റ് ആകുമെന്ന് ഓർത്ത് ഞാൻ ഇങ്ങോട്ട് ഓക്കെ എനിമി എന്നെ തന്നെ അടിക്കുന്നു. അവന്മാർ തമ്മിൽ ഫൈറ്റ് ആകുമെന്ന് ഓർത്ത് ഇവന്മാർ ഒരുത്തനെ എടുക്കാമെന്ന് പറഞ്ഞാൽ ഒരു എനിമി വന്നിട്ടുണ്ട്. ഒരു OP ലെവൽ ഫുൾ റെഡ് അടിച്ച് ഒരു എനിമിനെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അടുത്ത വന്ന് ബൂസ്റ്റ് അവന് ഒരു ഹെഡ്സെറ്റ് അടിച്ച് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ടോട്ടലി മാച്ചിൽ ഇപ്പോൾ നമുക്ക് 3 കില്ലായിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇതുവരെ ചാനൽ സബ് ചെയ്യാത്തവരാണെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു ലൈക്ക് കൂടി അടിച്ച് പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് വണ്ടി പോകുന്നുണ്ട്, അത് ഇനിയും പോട്ടെ. അങ്ങനെ നമ്മളൊക്കെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ആയിട്ട് ഇങ്ങനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഡാമേജൊക്കെ കൊടുത്ത് അപ്പോൾ തന്നെ ഗ്ലൂ വാളിട്ട് കവർ ചെയ്തു. നമുക്ക് പറ്റുമോ നോക്കാം, കളി ബുയി അടിക്കാൻ പറ്റുമോ നോക്കാം നമുക്ക്. അപ്പോൾ പുറകിൽ നടി ബാൽക്കണി വീട്ടിൽ ഇപ്പോൾ എനിമി ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇതിപ്പോൾ മുമ്പിലും പുറകിലായിട്ട് എനിമിയാണ് നമ്മളെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. മുമ്പിൽ നിന്നും നല്ല ഡാമേജ് വരുന്നുണ്ട്. പുറകിൽ നിന്ന് നന്നായിട്ട് തന്നെ നമുക്ക് ഹിറ്റ് കിട്ടുന്നുണ്ട്. ഇത് മുമ്പ് ഇപ്പോൾ നമ്മൾ മൂന്ന് വശത്തായിട്ട് എനിമീസാണുള്ളത്. നമുക്ക് പറ്റുമെങ്കിൽ ആ കാർ ഷെഡിലോട്ട് പോയി നിൽക്കാൻ പറ്റുമെന്ന് നോക്കാം. കാർ ഷെഡിൽ പോയി നിൽക്കുന്നതായിരിക്കും നമുക്ക് സേഫ്. നമുക്ക് നോക്കാം കാർ ഷെഡിലോട്ട് പോകാൻ പറ്റുമെന്ന്. ആരും അടിക്കല്ലേ. അങ്ങനെ നമ്മൾ കാർ ഷെഡിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് കാർ ഷെഡിൽ വന്നിട്ട് ഇവിടെ എനിക്ക് വേണ്ടിയിട്ട് ഓരോ ഞെക്കി പിടിച്ചാണെങ്കിലും ഒരു ഹെഡ് ഷോട്ട് തന്നെ അടിച്ചവനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ 2 സൈഡിലായിട്ടാണ് ഇന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇവിടെ ബാൽക്കണി വീട്ടിലുണ്ടായിരുന്ന ഇനി പോയിന്നാണ് തോന്നുന്നത്. ഇവിടെ അനക്കൊന്നുമില്ല. ഇല്ലെങ്കിൽ അവൻ അവിടെ നിന്ന് വേണമെങ്കിൽ നമ്മളെ ഫയർ ചെയ്യുന്നു. നമ്മളെ ഫയർ ചെയ്തതായിട്ട് കണ്ടില്ല. നമുക്ക് ഇവിടെ നിന്ന് പോവാം. അവൻ ലൂട്ട് എടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോവാം. അങ്ങനെ അവൻ്റെ ലൂട്ട് ബോക്സിൽ നിന്ന് ഒരു AC-ATM MP40 എടുത്തിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു എനിമിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കതിനെ റഷ് ചെയ്തടിക്കാൻ പറ്റുമോ? അവനത് ഓപ്പുള്ളതാണ്. ഒരു 1 ടാപ്പ് തന്നെ അടിച്ച് അവനങ്ങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. കിഡിലും പോലത്തെ ഒരു ഹെഡ് ഷോട്ടാണ് AC ടച്ച് ഇപ്പോൾ അടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇന്തോനേഷ്യ സെർവറിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ID ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. അങ്ങനെയാണ് നമുക്ക് ഇനി തൊട്ട് നിങ്ങൾക്ക് പറ്റുന്ന സമയത്തൊക്കെ നിങ്ങൾ ഓൺലൈനിൽ വരുവാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് കളിക്കാവുന്നതാണ്. ID എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക, ഇന്തോനേഷ്യ സെർവറിൽ ഉള്ളവർ. അങ്ങനെ എനിമിനെ തപ്പി നമ്മൾ ഒരുപാട് നേരം നടന്ന് ഇപ്പോൾ അലയുവാണെങ്കിൽ ഇനി 6 ആളും കൂടിയേ ബാക്കിയുള്ളൂ. എവിടെയും കണ്ടില്ല എനിമീനെ. ഞാൻ ഭീമാശക്തിയിൽ സ്ട്രിപ്പിലും പോയി നോക്കി, ടാറ്റുലി ശിവയിലും പോയി, എവിടെ എനിമിയില്ല. ഒരു എനിമി ഇപ്പം പറന്നിറങ്ങിയാണ് അവൻ. എന്തായാലും കുത്തിപ്പിടിച്ചങ്ങ് ഇട്ടിട്ടുണ്ട്. അവൻ്റെ ലൂട്ട് ബോക്സിലൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ഇപ്പോൾ അവിടെ വന്ന് വീണ പോലെയാണ് കണ്ടത്. അങ്ങനെ ഈ ഭാഗത്തോട്ട് വന്നപ്പോൾ ഇവിടെ ഫയർ ചെയ്യുന്നതായിട്ട് കാണിച്ചായിരുന്നു മാപ്പിൽ. ലോങ്ങിൽ സ്റ്റിപ്പിൻ്റെ അവിടെ ആയിട്ട് ഒരു എനിമിയുണ്ട്. അത്യാവശ്യം ഡാമേജൊക്കെ കൊടുത്തെങ്കിലും ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ ഒരു എനിമി അതേ കയ്യിൽ നിന്ന് അടിയും വാങ്ങി ഇരിക്കുന്നുണ്ടായിരുന്നു. അവനെ നമ്മൾ നൈസായിട്ട് കുമ്മിയിട്ടുണ്ട്. ഞാൻ ലോങ്ങിൽ ഒരാളുണ്ട്. ഇനി ഞങ്ങൾ 3 ആളെ ബാക്കിയുള്ളൂ.
ഒരാൾ ഇതേ അവിടെ ഉണ്ട്. നല്ല രീതിക്ക് ഡാമേജ് കൊടുത്തിട്ടുണ്ട്. നോക്കി കളിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ കളി പോയി അടിക്കാൻ പറ്റും. നമുക്ക് നോക്കാം പോയി അടിക്കില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ലൊക്കേഷൻ ചേഞ്ച് ആക്കിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അവനാണെങ്കിൽ ഗ്രനേഡൊക്കെ എറിയുന്നുണ്ട്. പ്രോ പ്ലെയർ ആണെന്നാണ് തോന്നുന്നത്. അവൻ്റെ ഒരുപാട് ഗ്രനേഡ് ഉണ്ടെന്ന് തോന്നുന്നു. നല്ല ഡാമേജും കിട്ടി. നമുക്ക് നോക്കാം. ഇത് വീണ്ടും ഗ്രനേഡ് എറിയാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. നമുക്ക് കുറച്ച് കവർ എടുത്ത് നേരെ നോക്കി അവനാണ് റഷ് ചെയ്തത്. ബുയ മിസ്സായി ഗൈസ്. അടിപൊളി.